വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. സഹോദരി സഹോദരന്മാർ, കേരളത്തിൻ്റെ വികസന രംഗത്തും തൊഴിൽ മേഖലയിലും നിർണായകമായ സ്വാധീനമുള്ള ഒരു രംഗമാണ് നിർമ്മാണ മേഖല. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികളും ജനങ്ങളും നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയത്തക്ക നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ മേഖലയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച നടത്തി ആവശ്യമായ തീരുമാനത്തിലേക്ക് എത്തണം. ഈ പ്രശ്നങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നതാണ് ഇന്നത്തെ സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കലും ജില്ലകളിൽ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് തൊഴിലാളികളുടെ മാർച്ചും ധർണയും നടത്തി. വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇവിടെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. കരിങ്കൽ, ചെങ്കൽ, മണൽ, ഈ മേഖലകളിൽ മണലെടുക്കുന്നതിനും ചെങ്കൽ ഖനനം ചെയ്യുന്നതിനും കരിങ്കൽ ഖനനം ചെയ്യുന്നതിനും ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾക്കൊന്നും തൊഴിലാളികൾക്ക് എതിർപ്പില്ല. നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നാനാതരത്തിലുള്ള ജോലികൾ നിറവേറ്റുന്നതിന് ഈ അസംസ്കൃത പദാർത്ഥങ്ങൾ ലഭ്യമാക്കണം. ചെറുകിട കരിങ്കൽ ക്വാറികൾ തടയപ്പെട്ടിരിക്കുന്നു. ചെറുകിട ചെങ്കൽ ഖനന കേന്ദ്രങ്ങൾ തടയപ്പെട്ടിട്ടുണ്ട്. നദികളിൽ നിന്നും റിസർവയറുകളിൽ നിന്നും മണൽ ലഭ്യമാക്കണം. ചില സ്ഥലങ്ങളിൽ ആറുകളിലും മറ്റുമുള്ള കായൽ, ആറുകൾ, ഇതിലെല്ലാമുള്ള മണൽ നീക്കം ചെയ്തെങ്കിൽ മാത്രമാണ് വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഓരോ മേഖലയുടെയും പ്രായോഗിക സ്ഥിതി പരിശോധിച്ച് നാടിന്റെ പൊതു താല്പര്യത്തെ മുൻനിർത്തിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അതിന് മണലിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാനാതരം പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രദേശങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ ഒരുപോലെയല്ല. ആ പ്രശ്നങ്ങളെല്ലാം വേർതിരിച്ച് എങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മേഖലയിലെ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും എതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ നയം നടപ്പിലാക്കുന്നതിൽ അട്ടിമറിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതും ഈ പറഞ്ഞ രീതിയിൽ വ്യത്യസ്തമാണ്. എന്നാൽ സത്യസന്ധമായി നിയമാനുസൃതമായി തൊഴിലാളികളുടെയും നാടിന്റെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം ഓരോ മേഖലകളിലും പരിശോധിച്ച് തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഇവിടെ നമുക്ക് ഈ സാധനങ്ങളുടെ ലഭ്യത കുറയുമ്പോഴും വില കയറുകയാണ്. ആ വില നിയന്ത്രണത്തിനുള്ള ചില സംവിധാനങ്ങൾ വേണം. മണലെടുക്കുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ലഭ്യമായ മണലിന്റെ സാധ്യതകൾ പരിശോധിച്ച് അത് ഖനനം ചെയ്തെടുക്കുന്നതിനും അത് പ്രകൃതിയെയോ നാടിന്റെ മറ്റ് സംരക്ഷണത്തെയോ ബാധിക്കാത്ത നിലയിൽ ഉപയോഗിക്കുന്നതിനും കഴിയും. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജിയോളജിക്കൽ എന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പ് യഥാർത്ഥത്തിൽ സാങ്കേതികമായ കാരണങ്ങൾ കണ്ടെത്തി ഈ കല്ലിന്റെ ലഭ്യതയെയും മണലിന്റെ ലഭ്യതയെയും തടയുകയല്ല വേണ്ടത്. സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതിന് ഇത് ലഭ്യമാക്കാം. ഇതെങ്ങനെ നാടിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ഈ കേരളത്തിലുള്ളത്. കരിങ്കൽ, ചെങ്കൽ, മണൽ, ഈ മേഖലകളിൽ കേരളത്തിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം വേണം.
ഈ നിർമ്മാണ വസ്തുക്കൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് ചെറിയ വീടുകൾ വെക്കൽ, വികസന പ്രവർത്തനങ്ങൾ, ഈ പ്രശ്നങ്ങളിലെല്ലാം ധാരാളം പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണം. ഈ പ്രശ്നങ്ങളിലാണ്, തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളിലാണ് ട്രേഡ് യൂണിയൻ സംഘടനകളെ യോജിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ INTUC, CITU, STU, AITC തുടങ്ങിയ സംഘടനകളെല്ലാം ഈ സമരരംഗത്ത് ഒന്നിച്ചു നിൽക്കുകയാണ്. ഈ സമരത്ത രംഗത്ത് ഒന്നിച്ച രീതിയിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ അവരിൽ ഏകകണ്ഠമായ അഭിപ്രായമാണ്. ഇതാണ് നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള മാതൃകാപരമായ നിലപാട്. ഞാൻ ഈ മേഖലയിലെ ട്രേഡ് യൂണിയൻ സംഘടനാ നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ്. വളരെ സങ്കീർണമായ നിർമ്മാണ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ചേർന്ന് യോജിച്ച് ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം മാതൃകാപരമാണ്. രാജ്യത്താകമാനം തൊഴിലാളികൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളിലുള്ള യോജിപ്പിന്റെ അന്തരീക്ഷം ഉയർന്നു നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ വീണ്ടും നാം മെയ് മാസത്തിൽ 2025 മെയ് മാസത്തിൽ അഖിലേന്ത്യാ പണിമുടക്കിന് തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ 29 നിയമങ്ങൾ റദ്ദു ചെയ്തിട്ടുണ്ട്. പകരം 4 ലേബർ കോഡുകൾ ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ്. ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ജോലി സമയത്തിൽ മാറ്റം വരികയാണ്, മിനിമം കൂലി ഇല്ലാതാവുകയാണ്, കൂലിയേതര ആനുകൂല്യങ്ങൾ നിയന്ത്രിക്കപ്പെടുകയാണ്. തൊഴിലാളിയുടെ തൊഴിൽ സംരക്ഷണത്തിനും അവരുടെ കൂലിയും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും തൊഴിലാളികൾ ഇതേവരെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ഒന്നൊന്നായി നിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ കേരളത്തിൽ 84 മേഖലകളിൽ മിനിമം കൂലിയുണ്ട്. അത് തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി ലഭിക്കുന്നതിന് സഹായകരമാണ്. നിയമ നടപടികൾക്ക് സഹായകരമായ അന്തരീക്ഷം ഈ മിനിമം കൂലിയുടെ ഭാഗമായിട്ട് ലഭ്യമാണ്. സർക്കാർ പ്രഖ്യാപിച്ച കൂലി, ഈ കൂലി പ്രഖ്യാപിക്കുന്നതിന് സഹായകരമായി പ്രവർത്തിക്കുന്ന മിനിമം വേജസ് അഡ്വൈസറി ബോർഡ്, മിനിമം വേജ് കമ്മിറ്റികൾ, ഇതെല്ലാം തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അതെല്ലാം ഇല്ലാതാക്കുന്ന നിലയിലാണ് ലേബർ കോഡുകളുടെ രംഗപ്രവേശനം. അതിനെതിരെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി രാജ്യത്ത് നിൽക്കുകയാണ്. BMS എന്ന സംഘടന മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ BMS വേറിട്ടൊരു ശബ്ദം ഇന്നേ വരെ ഉയർത്തിയിട്ടില്ല. അവർ യോജിച്ച സമരരംഗത്ത് വരാത്തത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. അത് അവരുടെ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളി വർഗത്തിന്റെ യോജിപ്പ് അവരുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാക്കുകയാണ് നാം ഈ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്. ഇന്ന് രാജ്യമാകെ തൊഴിലാളികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളിൽ കാരണമായി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന നയങ്ങളാണ്. ഇവിടെ കേന്ദ്ര ബജറ്റ് വന്നു, സംസ്ഥാന ബജറ്റും വന്നു. ഈ 2 ബജറ്റും ജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. സംസ്ഥാന ബജറ്റ് വയനാടിൽ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളുടെ പുനരധിവാസത്തിന് 750 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്രം എന്ത് വകയിരുത്തി? ഈ പ്രശ്നത്തിലുള്ള കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്? ഞാനതിന്റെ വിശദാംശങ്ങൾ പറയാനല്ല ശ്രമിക്കുന്നത്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും കേന്ദ്രവും കേരളവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രകടമാണ്, അനുഭവത്തിലൂടെ ബോധ്യമാവുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. ഇന്ന് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് പ്രായം ചെന്നവർ, അവശത അനുഭവിക്കുന്നവർ നേരിടുന്ന ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ് അവരുടെ പെൻഷൻ. ഇവിടെ 2016-21 കാലത്തുള്ള ആ സന്ദർഭത്തിലുള്ള ഗവൺമെന്റ് കാലത്ത് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി 1000 കോടിയോളം രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിക്ഷേപമുണ്ടായിരുന്നു. ഇന്ന് ആ നിക്ഷേപമില്ല. അന്ന് പെൻഷൻ 600 രൂപയാണ്.
ഇന്ന് പെൻഷൻ 1600 രൂപയാണ്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനുള്ള നിക്ഷേപം നേരത്തെ ഈ നിക്ഷേപത്തിൽ നിന്നാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതാണ് സ്ഥിതി. ഈ നിക്ഷേപ തുക ഇല്ലാതായി, പെൻഷൻ സ്തംഭിച്ചു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് കെട്ടിട നിർമ്മാണ സെസ് ഇതൊരു കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാണ്. സെസ് പിരിക്കാൻ കഴിഞ്ഞില്ല, സെസ് പിരിവ് സ്തംഭിച്ചു പോയി. ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് കളക്ട് ചെയ്തിരുന്നത്. ഇതിന്റെ നാനാവശം പരിശോധിച്ചപ്പോൾ നിർമ്മാണ മേഖലയിലെ വിവരിക്കാനാകാത്ത സ്തംഭനാവസ്ഥ. അത്തരമൊരു സാഹചര്യത്തിൽ സെസ് കളക്ഷൻ നിലച്ചപ്പോൾ സെസ് കളക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രയാസങ്ങൾ നേരിട്ടു. ആ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ സെസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ 2021 ഈ കാലഘട്ടങ്ങളിൽ ഭരണത്തിലുള്ള ഗവൺമെന്റുമായി പ്രശ്നങ്ങൾ ചർച്ച നടത്തി. ഇത് തൊഴിൽ വകുപ്പിന് മാത്രം ഏൽപ്പിച്ചാൽ മതിയാവില്ല. ഈ സെസ് കളക്ഷൻ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ കൂടി ചുമതലപ്പെടുത്തി അവർ വഴി ഈ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കേണ്ടുന്ന ഈ തുക കുടിശ്ശിക പിരിച്ചെടുക്കാൻ വേണ്ടി കഴിയണം. ഇതാണ് നാം മുന്നോട്ട് വെച്ചത്. ഇത് ഗവൺമെന്റിൽ നിരവധി കൂടിയാലോചനകൾ നടന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഉയർത്തിയിട്ടുള്ള ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിരന്തരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഈ കുടിശ്ശിക സെസ് തുടർന്നുള്ള സെസ് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ്. ഇതുവഴി പല സ്ഥാപനങ്ങളിലും കോടിക്കണക്കിന് രൂപ വരുമാനം വന്നിട്ടുണ്ട്. അതെല്ലാം ഈ തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശികയിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലും അതുപോലെ പെൻഷൻ കൊടുക്കുന്നതിലും വിനിയോഗിക്കേണ്ടതാണ്. അതിനുള്ള കാര്യമാണ്. ഒരു കാര്യം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളോട് മുമ്പിൽ ഉറപ്പിച്ചു പറയുന്നത്, നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളുടെ അവർ കർക്കടപ്പെട്ട പെൻഷൻ ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അത് കാലതാമസം വന്നു കഴിഞ്ഞാലും തൊഴിലാളികൾക്ക് ലഭ്യമാകത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിക്കും. അത് ഈ സെസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് പൂർണ്ണപരിഹാരമാവുന്നില്ലെങ്കിൽ എന്താണ് ഇതിന് വഴി എന്നുള്ളത് സർക്കാർ തലത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഈ തൊഴിൽ ചെയ്യുന്നവരോടുള്ള, അധ്വാനിക്കുന്നവരോടുള്ള, ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള ഗവൺമെന്റിന്റെ സമീപനം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ വ്യക്തമാക്കുന്നത്. അത് എല്ലാ തലങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ പെൻഷൻ കൊടുക്കണം എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ 17 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്താം? മറ്റാനുകൂല്യങ്ങൾ ക്ഷേമനിധി വഴി കൊടുക്കേണ്ടുന്ന, ക്ഷേമനിധി ബോർഡ് വഴി കൊടുക്കേണ്ടുന്ന മറ്റാനുകൂല്യങ്ങളുണ്ട്. ആ ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്പം താമസിച്ചു പോയി എന്നുള്ളത് ശരി. പ്രയാസങ്ങൾ തൊഴിലാളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടെന്താ? സ്റ്റേറ്റിന് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയും, ഇപ്പോ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിൽ ഒരു സമരം നടന്നിരുന്നു. ആ സമരം എന്തിനാ നടത്തിയത്? അന്ന് 57,400 കോടി രൂപ കേരളത്തിന് കിട്ടാൻ ബാക്കിയാണ് നിയമപരമായി ലഭിക്കേണ്ടത്. ഇപ്പോൾ 1 ലക്ഷത്തിൽ പരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നികുതി വിഹിതം വഴി ഇവിടുത്തെ വിഹിതം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിന് കിട്ടാൻ ബാക്കിയുണ്ട്. കേന്ദ്ര ബജറ്റ് വന്ന സമയത്ത് 47,000 കോടി രൂപ സമാഹരിക്കുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയർ വിറ്റഴിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വിൽക്കുകയാണ്, നമ്മുടെ സമ്പത്ത് വിൽക്കുകയാണ്. അങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. വിഹിത ഷെയർ ഭാഗിച്ചപ്പോൾ എന്താ നിലപാട്? കേരളത്തിന് 50,000 കോടി രൂപ വരുമാനത്തിൽ കുറവുണ്ട്. ഇത് കേന്ദ്രം നൽകി കഴിഞ്ഞാൽ സെസ് കളക്ഷൻ നടന്നിട്ടില്ലെങ്കിലും കേന്ദ്രം അർഹതപ്പെട്ട ഈ തുക നൽകി കഴിഞ്ഞാൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, അവരുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേന്ദ്രം സ്റ്റേറ്റിന് നേരെ തുടരുന്ന ഈ ഉപരോധ നടപടികൾ
ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹാരം കാണുന്നതിന് വേണ്ടി ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇടപെടുകയാണ്. ഈ മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ ചേരുന്ന കൺവെൻഷൻ ഇത്തരം പ്രശ്നങ്ങളെല്ലാം സംയുക്തമായി ആലോചിച്ച് ഡിമാൻഡ് പത്രികയ്ക്ക് അവസാന രൂപം നൽകി മെയ് മാസത്തിൽ 2025 മെയ് മാസത്തിലേക്ക് പണിമുടക്കുൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ദേശീയ തലത്തിൽ ആലോചന നടന്നിട്ടുള്ളത്. അത്തരം പോരാട്ടങ്ങൾ നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ തൊഴിലാളികൾ സജ്ജമായിരിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളികളുടെ ജീവത്തായ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരിഹരിക്കപ്പെടേണ്ടുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഈ സമരത്തിൽ പങ്കാളികളായ എല്ലാ തൊഴിലാളികളെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നു. അഭിവാദനം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.